ജോഷി ബെനഡിക്റ്റിൻ്റെ പന്നിമലത്ത് അഥവാ പിഗ് ഫ്ലിപ്പ് എന്ന ഗ്രാഫിക് നോവൽ തുടങ്ങുന്നത് തുരുത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തുരുത്ത്, നാട് വിട്ട ഒറ്റയാൻ പിള്ളയാച്ചൻ്റെ തുരുത്ത്. പിള്ളാച്ചൻ നാട് വിട്ടതോടുകൂടി തുരുത്ത് അന്നാട്ടിലെ സജ്ജനങ്ങൾക്ക് ബന്ധം പിരിഞ്ഞ് അകന്നൊരു ഭൂഖണ്ഡമാണെന്ന് കഥയിൽ പറയുന്നു. കഥയുടെ തുടക്കത്തിൽ സ്വന്തമായൊരു കാലാവസ്ഥയും ഭാഷയും സംസ്കാരവും സ്വപ്നങ്ങളും ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം സ്പേസാണ് തുരുത്ത്. ആ തുരുത്തിൽ രാത്രി നേരങ്ങളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ പുള്ളിമലത്ത് എന്നൊരു തരം ചീട്ടുകളിൽ ഏർപ്പെടുന്ന അന്നാട്ടിലെ ആണുങ്ങളെ നമുക്ക് കാണാം. ആ മെഴുകുതിരി വെട്ടത്തിലേക്ക് രാത്രിയിൽ പറന്നെത്തിക്കൊണ്ടിരുന്നവരിൽ ഒരാൾ ബേബിച്ചനായിരുന്നു. പന്നിമലത്ത് ബേബിച്ചൻ്റെ കഥയാണ് തുരുത്തിൻ്റെയും. വായനക്കാർ കേരളത്തിൻ്റെ പലയിടത്തും ഈ തുരുത്തിനെ കാണുന്നു. എന്നാൽ ഈ തുരുത്തിൻ്റെ യഥാർത്ഥ സ്ഥലം ഒരിടത്തും കഥയിൽ പറഞ്ഞു പോകുന്നുമില്ല. സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഇതേപോലെ സാമ്യമുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമായിരിക്കും. അതേപോലെ അല്ല, അതിന് പല പാട്ടുകൾ ചിലപ്പോൾ കാണിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ട സ്ഥലങ്ങളും അതേപടി വീണ്ടും വരയ്ക്കുകയല്ല, നമ്മുടെ മനസ്സിൽ ചിലപ്പം ഈ ചില രൂപങ്ങൾ കിടക്കുന്നുണ്ടാവും. ഇപ്പം ഞാൻ ആലോചിക്കും, ചിലപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഒറ്റ ചവിട്ടുപാതയുണ്ട്, ഇങ്ങനെ മണ്ണ് ഉറച്ച് കിടക്കുന്നത്, സൈഡിൽ പുല്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നടന്നു പോകുമ്പോൾ കാല് നനയും അതിൻ്റെ വെള്ളം തൊട്ടിട്ട്. ഇതൊക്കെ നമ്മുടെ ഒരു മനസ്സിൽ കിടക്കുന്ന ഓരോ വിഷലും ഒരു തോന്നലുകളൊക്കെയാണ്. അല്ല, അതങ്ങനെ ഒരു സ്ഥലം എല്ലാവർക്കും അനുഭവം ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ എൻ്റെ നാട് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും നമ്മളിപ്പോഴും കാണുകയാണല്ലോ, ഓരോ സ്ഥലങ്ങൾ എപ്പോഴും സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേ സ്ഥലം കണ്ടുകൊണ്ടോ ആ സ്ഥലം എന്ന് ഓരോ ദിവസം വ്യത്യാസമായിരിക്കും, ഒരേ സ്ഥലം തന്നെ വീണ്ടും കാണുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഈ കാഴ്ചകൾ മനസ്സിൽ കിടക്കുന്നതും നമ്മൾ സ്ഥിരം കണ്ട അങ്ങനത്തെ പ്രകൃതി എല്ലാം കൂടെ വന്നതാണ്. അപ്പോൾ അത് സാമ്യമുള്ള സ്ഥലങ്ങൾ എൻ്റെ നാട്ടിൽ കാണിച്ചു തരാൻ പറ്റുമായിരിക്കും. പന്നിമലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഥ നടക്കുന്നത് എന്നാണെന്നോ ഏത് കാലഘട്ടത്തിലാണെന്നോ നമുക്കറിയില്ല. സമയത്തെ പറ്റി ഇല്ല. ഇത് കാരണം ഇതിൽ ഈ മൊബൈൽ ഫോൺ സാധനങ്ങളൊന്നും വരുന്നില്ല. അത് ഞാൻ അന്ന് ആലോചിച്ചിട്ടില്ല, വേണോ വേണ്ട അങ്ങനെ സംശയം ഉണ്ടായിരുന്നു. അത് കഥ എഴുതുമ്പോഴുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ സ്വഭാവയുടെ അപ്പം കാലം കുറച്ച് മുറിവിട്ട് തന്നെ പോകും. അങ്ങനത്തെ ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ ആണ് തീർച്ചയായിട്ടും അത് കുറച്ചൊക്കെ പുറകോട്ട് പോകട്ടെ. ചിലപ്പോൾ നമ്മുടെ ചെറുപ്പകാലം ആലോചിച്ചിട്ടായിരിക്കും അതിനകത്ത് കഥയിൽ വന്നത്. ചെറുപ്പകാലത്തെ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ തന്നെയായിരിക്കും അതിനെ സ്വാധീനിച്ചത് കഥയിൽ. അപ്പം അന്ന് മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും ഇല്ല. അപ്പം അത് തന്നെയായിരിക്കും അതിൻ്റെ കാരണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള കുറേ അനുഭവങ്ങളും അന്ന് പോലെയുള്ള അനുഭവങ്ങൾ കണ്ട കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്ന ഓരോ സാധനങ്ങൾ വരികയാണല്ലോ. കേരളത്തിൽ എവിടെയോ എന്നോ നടക്കുന്ന ഈ കഥ അൾട്ടിമേറ്റ്ലി കേരളത്തിൻ്റെ കഥയാവുന്നു. ഒപ്പം ഒരു യൂണിവേഴ്സൽ സ്വഭാവമുള്ള ഹ്യൂമൻ നേച്ചറിൻ്റെയും കഥയാവുന്നു. ആദ്യം നമ്മളിത് വരയ്ക്കുമ്പോൾ ഗ്രാഫിക് നോവൽ വരയ്ക്കുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം, ഒരു ഗ്രാഫിക് നോവൽ വരയ്ക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളൂ. അത് ആര് പബ്ലിഷ് ചെയ്യും, എങ്ങനെ പബ്ലിഷ് ചെയ്യും, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഇത് ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് അങ്ങ് ചെയ്യുന്നു. അപ്പോൾ അന്ന് അത് അതിനുവേണ്ടി അങ്ങ് ഇരുന്ന് ചെയ്യണം, നമ്മൾ ആവശ്യത്തോടുകൂടി ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് വായിക്കുന്ന ആളെ ഇത് മനസ്സിലാവോ ഇല്ലയോ, അല്ലെങ്കിൽ അവർക്ക് ഈ സംശയങ്ങൾ വന്നേക്കാമോ, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ, എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന രീതിയിൽ, അത് എഴുതുമ്പോഴായാലും അത് പിന്നീട് വരയ്ക്കുമ്പോഴായാലും എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന രീതിയിൽ, എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്തു. അപ്പോൾ അത് പിന്നീട് ഇത് ആളിൽ കാണുമ്പോൾ എന്തായിരിക്കും വിചാരിക്കുക എന്നുള്ള ആലോചന വന്നിട്ടില്ല. അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു, അങ്ങനെ പറയാൻ തോന്നുന്നു, അങ്ങനെ പറയുന്നു. അത് ചെയ്യുക, ഏറ്റവും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നന്നായിട്ട് ചെയ്യുക, അത് ചെയ്തു. അതേ ആലോചിച്ചുള്ളൂ ചെയ്യുന്ന സമയത്ത്. ജോഷി ബെനഡിക്റ്റ് എന്ന ഗ്രാഫിക് നോവലിസ്റ്റിൻ്റെ ഫ്രഷ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു വോയിസും ആ വോയിസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത കെ മുരളീധരൻ്റെ ഡെഫ്റ്റ് ആൻഡ് സ്ലിക്ക് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസും പന്നിമലത്തിനെ ഇന്ത്യൻ ഗ്രാഫിക് നോവൽ ഹിസ്റ്ററിയിൽ തന്നെ ഒരു നാഴികക്കല്ലാക്കി മാറ്റുന്നു.